ഹലോ ഗൈസ്, വെൽക്കം ടു PMSG ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ BCD to XS3 കൺവേർട്ടറാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ബിറ്റ് ആഡറോ സബ്ട്രാക്ടറും BCD ഇതും പറഞ്ഞു, BCD ആഡറും പറഞ്ഞു. നമുക്ക് BCD ഇനിയിപ്പോൾ നമുക്ക് കോഡ് കൺവേർട്ടേഴ്സ് എന്നുള്ളത് അതിൽ ഒന്ന് ഫസ്റ്റ് തവണയാണ് BCD to XS3. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് കോഡ് കൺവേർട്ടേഴ്സോട് ഈ എക്സ്പെരിമെൻറ്റിൽ തന്നെ എക്സ്പെരിമെൻറ്റ് നമ്പർ 9 ആണ് അക്കോർഡിംഗ് ടു KTU. സോ നമുക്കറിയാം ഡെസിമൽ 0 to 9 ആണ്. ഓക്കെ, ഡെസിമൽ നമ്പർ 0 to 9 ആണ്. അപ്പോൾ ഇത് BCDന്ന് XS3 ആക്കുമ്പോൾ ഒന്നുമില്ല, XS3 വിച്ച് മീൻസ് 3 ആഡ് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ. പിന്നെ നമുക്കറിയാം BCD up to 9 വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു 9 എടുക്കാം. BCDയിലെ 9 എടുത്തു, അത് ഇൻ ബൈനറി 100 ആണ്. അപ്പോൾ XS3 ആക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും, അതിനപ്പോൾ ജസ്റ്റ് 3 ഇടുക. അപ്പോൾ 9+3 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 12 ആണ്. സോ 12ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ആയിരിക്കും XS3 നമുക്ക് കിട്ടുക, വിച്ച് മീൻസ് 11000. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ 9 വരെ BCD കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അപ്പുറം 3 ആഡ് ചെയ്യുക, അതാണ് എന്ത് BCD ആഡർ. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. ഡെസിമൽ up to 0 to 9 വരെ കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് അതിൽ നമുക്ക് B3, B2, B1, B0 ആയിട്ട് BCDയും 4-ബിറ്റ് ആണ്. അതുപോലെ തന്നെ XS3 ആയിട്ട് E3, E2, E1, E0 എടുക്കാം. സോ ഫസ്റ്റ് നമ്മൾ BCD എല്ലാം നമുക്ക് എഴുതി വെക്കാം. 0 0 0 0 0 0 1. പിന്നെ നമുക്ക് സെക്കൻഡ് 0 0 1 0. അതുപോലെ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ് ടു 9 വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് XS3 മൂവ് ചെയ്യാം. XS3 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ BCD കോഡിൻ്റെ കൂടെ ജസ്റ്റ് 3 ആഡ് ചെയ്യുക. അപ്പോൾ 0 + 3 എന്താണ്? 3 ആണ്. അപ്പോൾ 0 0 0 കൂടെ നമുക്ക് 3 ആഡ് ചെയ്താൽ 0 0 1 1. 1 + 3 എന്താണ്? 4 ആണ്. അപ്പോൾ 4ൻ്റെ ഇക്വാലൻ്റ് ബൈനറി എടുക്കുക. അതുപോലെ 2 + 3 എന്താണ്? 5 ആണ്. അപ്പോൾ 5ൻ്റെ ഇക്വാലൻ്റ് ബൈനറി. അടുത്ത 3 + 3 6, അപ്പോൾ 6ൻ്റെ ഇക്വാലൻ്റ്. ഇനി 4 + 3 7, അപ്പോൾ 7ൻ്റെ. ഓക്കെ, അങ്ങനെ അപ് ടു നമ്മൾ 9 വരെ. ഇപ്പോൾ 5 നോക്കൂ. 5 + 3 which is 8, then 6 + 3 which is 9, 1 0 0 1, then 7 + 3 which is 10, then 1 0 1 0, then 8 + 3 which is 11, then 1 0 1 1, then 9 + 3 is 12, which means 1 1 0 0. That's it. സോ നമ്മൾ സക്സസ്ഫുള്ളി XS3 കോഡിൻ്റെയും BCD കോഡ് കൺവേർഷൻ്റെയും ട്രൂത്ത് ടേബിൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഒരു K-മാപ്പ് വേണം, റൈറ്റ്? K-മാപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? നമുക്ക് ലാസ്റ്റുള്ള സർക്യൂട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു K-മാപ്പ് വേണം. സോ K-മാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ XS3ൻ്റെ ഓരോ ഔട്ട്പുട്ടായിട്ട് എടുക്കും. E3ൻ്റെ എടുക്കും, E2ൻ്റെ എടുക്കും, E1ൻ്റെ എടുക്കും, E0ൻ്റെ എടുക്കും. അതായത് എപ്പോഴൊക്കെയാണ് നമ്മൾ K-മാപ്പിൽ ഡ്രോ ചെയ്യുക? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ മിറർ കോഡാണ്. ഓക്കെ, നോക്കൂ. 0 0 1 1, അത് നേരെ ഇങ്ങോട്ട് തിരിച്ചതല്ലേ 1 1 0 0. അതുമാതിരി. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഫസ്റ്റത്തെ ജസ്റ്റ് മിററായിട്ട് സെക്കൻഡ് കിട്ടുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇത് നമുക്ക് ഓരോന്നിൻ്റെ K-മാപ്പ് ഇതുപോലെയുള്ള കോഡുകൾക്ക് പറയുന്ന പേരാണ് സെൽഫ് കോംപ്ലിമെൻറ്റിങ് കോഡ്. സോ വിച്ച് മീൻസ് XS3 കോഡ് ഇസ് എ സെൽഫ് കോംപ്ലിമെൻറ്റിങ് കോഡ്. ഓക്കെ, അതായത് ഫസ്റ്റത്തെ കോഡ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ടാണ് ലാസ്റ്റ് കോഡ്. അതാണ് സെൽഫായിട്ട് തന്നെ വീണ്ടും അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് തന്നെയാണ് വരുന്നത്. അത്രയേ ഉള്ളൂ. അതൊരു പോയിൻ്റ് എന്ന് മാത്രം നമുക്ക് പറയാം. ഇറ്റ്സ് സെൽഫ് കോംപ്ലിമെൻ്റ് കോഡ്. നമുക്ക് K-മാപ്പിൻ്റെ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം E3ൻ്റെ K-മാപ്പ് ജസ്റ്റ് ആയിട്ടുണ്ട്. ഇത് B3 B2 B1 B0 ടോട്ടൽ 4 ഉള്ളതുകൊണ്ട് 2 16, മൊത്തം 16 കളികളുണ്ടാവും. B3 B2 ആൻഡ് B1 B0. നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് E3ൻ്റെ K-മാപ്പാണ്. നമ്മൾ E2ൻ്റെ കാണും, E1 കാണും, E0 കാണും. ഔട്ട്പുട്ടിൻ്റെ K-മാപ്പ് നമ്മളിപ്പം കാണാം. ഓക്കെ, അത്ര തന്നെ. നമുക്ക് മുകളിലോട്ട് നോക്കിയിട്ട് എവിടെയൊക്കെ എനേബിൾ ആണ്. ഇതൊക്കെ 0 ആണ്. 1 വരുന്നത്
5 തൊട്ടാണ്. സോ 5-ൻ്റെത് 0-1-0-1. ഓക്കെ, നമുക്ക് ആദ്യമൊക്കെ 5 വരെയുള്ളതെല്ലാം നമുക്ക് 0 ഇട്ട് വെക്കാം, മറ്റെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. 5-ൻ്റെ വന്ന് 6, 7, 8, 9 വരെ പോകുന്നുണ്ട്. ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ടുള്ളെല്ലാം ഡോൺ കെയർ. പിന്നെ 10, 11, 12, 13, 14 അങ്ങോട്ട് പോകുന്നതെല്ലാം ഡോൺ കെയർ ആക്കുക. എന്നിട്ട് മാപ്പ് ഡ്രോ ചെയ്യുക. സോ നമ്മൾ 1-1 ഇപ്പോൾ E3-ൻ്റെ ഇതെങ്ങനെ കിട്ടും? ഒരു മാപ്പ് എടുക്കുമ്പോൾ അതിൽ മാറാത്തത് B3 മാത്രമേ ഉള്ളൂ. ദെൻ അതിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് B2, B0 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റിൻ്റെത് B1, B2 or B2, B1. That's it. സോ നമുക്ക് ഇതെടുത്ത് കോമൺ ആയിട്ടുള്ള എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ B2നെ പുറത്ത് വെച്ച് നമുക്ക് B0 + B1 എഴുതാം. സോ ഇതാണ് E3-ൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നേരെ E2ലേക്ക് മൂവ് ചെയ്യാം. സോ ഇനി ഹിയർ E2 നമുക്ക് മുകളിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം എവിടെയൊക്കെയാണ് എനേബിൾ ആകുന്ന 1 വരുന്നതെന്ന്. ഫസ്റ്റ് 0 ആണ്. വി ഹാവ് 1, 2, 3, 4 0, ദെൻ 5, 6, 7, 8 വരെ 0, ദെൻ 9 1. സോ നമുക്കതിവിടെ അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഡോൺ കെയറും ആഡ് വെക്കണേ കേട്ടോ. ഡോൺ കെയർ മീൻസ് 9-ന് ശേഷം വരുന്ന നമ്പേഴ്സൊക്കെ ഡോൺ കെയറിലും വെക്കണം. അതൊക്കെ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ 1ഉം 0ഉം കൊടുത്ത് ബാക്കിയുള്ള ഭാഗം ഉണ്ടാവില്ല, അതാണ് ഡോൺ കെയർ വരുന്നത്. അവിടെയൊക്കെ ഡോൺ കെയർ അങ്ങനെ ആഡ് കൊടുക്കാൻ. പിന്നെ ഡോൺ കെയർ നമ്മൾ ഏതെങ്കിലും ഒരു 1 വരുന്നുണ്ടെങ്കിൽ ആ ഡോൺ കെയർ കൂടി നമ്മൾ കൂട്ടിയിട്ട് വേണം നമുക്ക് മാപ്പിൻ്റെ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന അറിയണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് ഇതൊന്ന് B2, B1-, B0-, പിന്നെ താഴത്ത് എടുക്കുകയെന്ന് വെച്ചാൽ 1, 0 എടുക്കും. ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ താഴെ മുകളിലൂടെ ഉള്ളത് കേട്ടോ. റെഡിൽ മാർക്ക് ചെയ്തത് 2 ഡോൺ കെയറും പിന്നെ മുകളിലത്തെ 2 1 കൂടി കൂട്ടിയിട്ട് നമ്മൾ 4 ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് എടുത്തതാണ്. ഓക്കെ, അതുപോലെ ഞാൻ ഗ്രീനിൽ മാർക്ക് ചെയ്തത് മുകളിലത്തെ 2 1ഉം താഴത്തെ ഒരു 1ഉം ഡോൺ കെയറും കൂട്ടി ഒരു 4 ആയിട്ടുള്ള ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്കങ്ങനെ പുറത്തേക്ക് ഗ്രൂപ്പ് എടുക്കാവുന്നതാണ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതുപോലെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ടാവും. ഇവിടെ അതുപോലെ കോമൺ ആയിട്ടുള്ള B2-ഉം അവിടെ B2 ആണ്. സോ അത് കോമൺ ആയിട്ട് എടുക്കുക. അത് മറ്റൊന്നിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് XOR ഗേറ്റ് വെച്ച് യൂസ് ചെയ്യാം. A കോംപ്ലിമെൻറ്റ് B + B കോംപ്ലിമെൻറ്റ് A ആണല്ലോ എന്ത് XOR ഗേറ്റ്സ്. ഇവിടെ അതുപോലെ തന്നെയാണ്. സോ നമുക്ക് E2-ൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് E1-ൻ്റെ നോക്കാം. E1-ൻ്റെത് എങ്ങനെ വരുന്നത്? 1, 0 വരുന്നുണ്ട്, ദെൻ 2, 3, 4. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് പോവാണ്. സെയിം പ്രൊസീജിയറാണ് നമ്മൾ നേരത്തെ പോലെ തന്നെ. സോ നിങ്ങളും അതിനപ്പുറം കോപ്പപ്പ് ചെയ്ത് വരിക. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു 4 കിട്ടി, ദെൻ നമുക്ക് ഇവിടെ ഒരു 4 കിട്ടി, പിന്നെ 1 വരുന്നത് അങ്ങനെയില്ല. ദെൻ E1 നമുക്ക് അങ്ങനെ ആയിരുന്നു ഇവിടെ ചേഞ്ച് ചെയ്യാത്തത് 0. അപ്പോൾ B1-, B0-. ദെൻ നെക്സ്റ്റിൽ B1, B0 ചേഞ്ച് ചെയ്യാത്തത് B1, B0. ഓക്കെ, ഇത് എന്താണ്? AX NOR B, റൈറ്റ്? A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് പ്ലസ് AB എന്ന് പറയുന്നത് XNOR ഗേറ്റ് ആണ്. സോ യൂസ് ദ XNOR B1 XNOR B0. ദാറ്റ്സ് ഇറ്റ്. സോ E1-ൻ്റെ ആൻസറും കിട്ടി. Now let's move to the E0, the final one. നിങ്ങളിത് സ്വന്തമായി ചെയ്ത് നോക്കട്ടോ. പോസ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ മാപ്പെല്ലാം കണ്ടുപിടിക്കുക. E0-ൻ്റെ വരുന്നത് 0 വരുന്നുണ്ട്, പിന്നെ നമുക്ക് 2-ൽ വരുന്നുണ്ട് 4. ഓക്കെ, അതുപോലെ പെട്ടെന്ന് ചെയ്ത് പോവാം. ഞാൻ വേഗം ചെയ്യുകയാണ്. ആദ്യത്തെ നമുക്ക് ഇവിടെ അപ്പോൾ ടോട്ടൽ നമുക്ക് 8 ആണ് എടുക്കാം, കണ്ടില്ലേ? ഇനി നമുക്ക് 8 ആയിട്ട് എടുക്കാം. മാക്സിമം 8 ആണ്. സോ ഈ ഒരു സൈഡിൽ നിന്ന് മാക്സിമം ടോട്ടൽ 8 ആയിട്ട് എടുക്കാം. ആകെ കോമൺ വരുന്നത് B0- മാത്രമാണ് ചേഞ്ച് ചെയ്യാത്തത്, ബാക്കിയെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ,
സോ നമുക്ക് എല്ലാം കിട്ടി, E0 കിട്ടി, E1 E2 E3 എല്ലാം കിട്ടി. നമുക്ക് നേരെ സർക്യൂട്ട് ഡിസൈനിലേക്ക് പോകാം. ഇവിടെ ഞാനിവിടെ എല്ലാം അതിൻ്റെ റിസൾട്ടെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ എല്ലാത്തിലും നമുക്ക് B1 B2 B3 B0 എല്ലാം ഉണ്ട്. സോ അത് നമുക്ക് ആദ്യം വരച്ച് വെക്കണം. എന്നിട്ട് ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ E1 E2 E3 E0 കിട്ടുന്നത്. So for the circuit design, I just draw the B3 line, then the B2 line, then B1 line, then B0 line. സോ ആദ്യം ഇതിങ്ങനെ നേരിട്ട് വരച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം ചെയ്യും, ഫുള്ളായിട്ട് വരച്ച്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ E0ൻ്റെ കണക്ഷൻ, പിന്നെ നമുക്കൊരു നോട്ട് ഗേറ്റ് വേണം. കാരണം നോക്കൂ, E0 നോക്കൂ, B0 ബാറാണ്. B0 അല്ല നമുക്ക് വേണ്ടി അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സോ വി യൂസ് എ നോട്ട് ഗേറ്റ്. ദെൻ അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. അതാണ് ഐ ഗസ് E0. ഇനി നമുക്ക് E1 നോക്കൂ, B1 XNOR B0. നമുക്കൊരു XNOR ഗേറ്റ് വേണം. അതിന് B1 നിന്നും എടുക്കുക, ദെൻ B0യിൽ നിന്നും എടുക്കുക, ദെൻ കണക്ട് ടു യൂസിങ് ആൻ XNOR ഗേറ്റ്. സോ നമുക്ക് E1 കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഓക്കെ B1 XNOR B2 B0. ഇനി നമുക്ക് E2 ആണ് നോക്കണം, വിച്ച് ഈസ് B2 XOR B1 ഓർ B0. ഫസ്റ്റ് നമുക്ക് B1 ഓർ B0 ചെയ്യാം ഓർ ഗേറ്റ് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അത് XOR ഗേറ്റ് യൂസ് ചെയ്ത് B2 ആയിട്ട് കണക്ട് ചെയ്യാം. സോ നമുക്ക് B1 ഓർ B0 വേണം. അപ്പോൾ B1 എടുക്കുക, B0 എടുക്കുക, കണക്ട് ടു യൂസിങ് ആൻ ഓർ ഗേറ്റ്. എന്നിട്ട് നമുക്ക് ഏതായിരുന്നു വേണ്ടത്, ഏതായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, B2 ആയിട്ട്. സോ B2 ആയിട്ട് ഒരു XOR ഗേറ്റ് എടുക്കുക. അപ്പോൾ B2ൽ നിന്നൊരു ലൈൻ വലിക്കുക, എന്നിട്ട് ഒരു XOR ഗേറ്റ് ചെയ്ത് രണ്ടിനെ കൂടി കണക്ട് ചെയ്യുക. അപ്പോൾ മനസ്സിലായില്ലേ, B1 ഓർ B2, ദെൻ വി ഹാവ് ടു കണക്ട് യൂസ് ആൻ XOR ഗേറ്റ്. അപ്പോൾ എന്താ B1 ഓർ B2 XOR B2 എന്നായി, B1 ഓർ B0 XOR B2 എന്നായി. That's how this works. Okay. Now we have the final thing, that is E3, which is B3 or B2 and B1 or B0. So first നമുക്ക് B1 എന്ത് ചെയ്യാം, B1 or B0 ഒരു ഓർ ഗേറ്റ് എടുക്കാം. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വേറെ ഒരു ഗേറ്റ് യൂസ് ചെയ്യണ്ട. സോ അവിടെ നിന്ന് നമുക്ക് വയർ വലിക്കാം. എന്നിട്ട് നമുക്കൊരു ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്യണം, വിച്ച് യൂസിങ് B2 ഫ്രം B2 ആയി. അപ്പോൾ B1 ഓർ B0 ആൻഡ് B2 എന്നായി. ഇനി നമുക്ക് എന്ത് വേണം, ഐ ഗസ് അതൊരു പിന്നെ ഒരു ഓർ ഗേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് B2 ആൻഡ് B1 ഓർ B0 ആയി. ഇനി നമുക്കൊരു എന്ത് വേണം, അടുത്തൊരു ഓർ ഗേറ്റ് വേണം, വിച്ച് കണക്ട് വിച്ച് കമ്മിങ് ഫ്രം B3. സോ നമ്മൾ B3 എന്നൊരു ലൈൻ വലിക്കുന്നു, എന്നിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഈ ഫൈനൽ ഔട്ട്പുട്ട് ഒരു ഓർ ഗേറ്റ് യൂസ് ചെയ്യാം, വിച്ച് മീൻസ് ഒരു പ്ലസ് ആണ്, ഓറാണ്. സോ ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് അങ്ങനെ E3യും കിട്ടി, വിച്ച് ഈസ് നത്തിങ് ബട്ട് B3 ഓർ B2 ആൻഡ് B1 ഓർ B0. സോ ഗൈസ്, ദിസ് ഈസ് ദ ഫൈനൽ സർക്യൂട്ട്. ആൻഡ് നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചു, കെ മാപ്പ് വരച്ചു, ആൻഡ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടി. അതോടെ ഇതാണ്. സോ ദിസ് ഇസ് ദ കംപ്ലീറ്റ് പ്രൊസീജിയർ ഓഫ് ഡൂയിങ് ദിസ്. സോ സബ്സ്ക്രൈബ്.